നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കുള്ള മസ്റ്ററിങ്ങിനെ കുറിച്ചാണ്. പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതില്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും മാറ്റങ്ങളും വന്നേക്കാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അപ്ഡേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. 1600 രൂപ പെൻഷൻ ലഭിക്കുന്ന എല്ലാ പെൻഷൻ ലഭിക്കുന്ന ആളുകളും വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ, അതുപോലെ തന്നെ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ ലഭിക്കുന്ന പെൻഷൻ മുതലായ എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്നും 1600 രൂപ പെൻഷൻ ലഭിക്കുക. പല ആളുകളും ഇതിനോടകം തന്നെ അക്ഷയയിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും പല ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് അക്ഷയയിൽ നിന്നും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഒരു പേപ്പർ ലഭിക്കും. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവർ പുനർവിവാഹിതയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, അവർക്ക് 60 വയസ്സായിട്ടില്ലെങ്കിൽ പുനർവിവാഹിതയില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും കൊടുക്കേണ്ടതുണ്ട്. അത് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എല്ലാ വർഷവും വരുമാന സർട്ടിഫിക്കറ്റും അതിൽ കൊടുക്കേണ്ടതുണ്ട്. അത് എല്ലാ പെൻഷൻ വാങ്ങുന്ന ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് അതിൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമായിരിക്കും അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുക. അതുപോലെ തന്നെ പെൻഷൻ ലഭിക്കാൻ എന്തെങ്കിലും തടസ്സം നേരിട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ, കഴിഞ്ഞ മാസം ഒന്നും പെൻഷൻ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച 1600 രൂപ പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് പെൻഷൻ ലഭിക്കാത്തതെന്നുള്ള കാര്യം അവർ ഒന്നുകിൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വഴിയോ അവർ അന്വേഷണം നടത്തുക. പല ആളുകൾക്കും പെൻഷൻ പല രൂപത്തിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുള്ള ആളുകൾ, അതുപോലെ തന്നെ 1 ഏക്കർ മേലെ ഭൂമിയുള്ള ആളുകൾ, വീട്ടിൽ AC ഉള്ള ആളുകൾ, വീട്ടിലാർക്കെങ്കിലും സ്വന്തമായി 4 വീലർ കാറുള്ള ആളുകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പല ആളുകൾക്കും പെൻഷൻ നിഷേധിച്ചിട്ടുണ്ട്. എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ കിട്ടാത്തതെന്ന് അവർ അന്വേഷിച്ച് കഴിഞ്ഞ് അതിനുള്ള പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കും. അതുപോലെ തന്നെയാണ് ഇനി മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി നിർബന്ധമുള്ള കാര്യമല്ല, അത് അക്ഷയയിൽ നിന്ന് അവർ എടുക്കുന്നതാണ്. പെൻഷൻ ഐ ഡി ഉണ്ടെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി പെട്ടെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നു മാത്രം. അപ്പോൾ ഈ 2 സംഭവങ്ങൾ അവർ കൊണ്ട് അക്ഷയയിൽ ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർക്കാണോ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അവർ തന്നെ നേരിട്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ എത്തേണ്ടതാണ്. അവർ വേറെ ആരെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തമായി തന്നെ അവർ എത്തേണ്ടതാണ്. അങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ കിടപ്പിലായ രോഗികളുണ്ടെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആളുകൾ അക്ഷയയിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെയോ അറിയിച്ചു കഴിഞ്ഞാൽ അക്ഷയയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവസാനം വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സഹായിക്കുന്നതാണ്. ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ആധാർ കാർഡ് ഇല്ലാത്ത പല ആളുകളുമുണ്ട്. അതുപോലെ തന്നെ വിരലിൽ ഫിംഗർ ലഭിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വാർഡ് മെമ്പറെ സമീപിച്ച് കഴിഞ്ഞ് അവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ അവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും. ഈ ഒരു പുതിയ വീഡിയോസുമായി കാണാം. അത്